ഇപ്പോൾ റായ്പൂരിൽ വെച്ച് ഞങ്ങളുടെ CI കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അതുകൊണ്ട് ഇനി 4 ദിവസം ഞങ്ങൾ ഹോട്ടലിലാണ് താമസം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സ് ആയിട്ട് പപ്പായ, പേരക്ക, വാട്ടർമെലൻ ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇഡ്ഡലി, സാമ്പാർ, പോഹ, പൊട്ടാറ്റോ ഫ്രൈ, ആലു പൊറാത്ത. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചു. പിന്നെ ഇഡ്ഡലിയും സാമ്പാറും. അതിനുശേഷം ഞങ്ങൾക്ക് കൺസോളിഡേഷൻ തുടങ്ങി കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഒരു 2:30ക്കാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത്. പനീർ ബട്ടർ മസാല, പരിപ്പ്, ചോറ്, ബട്ടർ നാൻ, ചിക്കൻ കറി, പിന്നെ കേസരി. അപ്പോൾ ഞാൻ ചോറും ചിക്കൻ കറിയും ബട്ടർ നാനും ആണ് എടുത്തത്. മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ചിക്കൻ കഴിക്കുന്നത്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം പുറത്തുനിന്ന് കഴിക്കാനാണെങ്കിൽ അവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ല കേട്ടോ. പിന്നെ കൂടെയുള്ള ആളും വെജ് ആയതുകൊണ്ട് ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ചിക്കൻ കഴിക്കുമ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്ത്. പിന്നെ ഞാൻ ഐസ്ക്രീം കഴിച്ചു. എത്ര വേണമെങ്കിലും കഴിക്കാം എന്നുള്ളത് കൊണ്ട് ഞാനൊരു 3-4 തവണ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. വെളുപ്പിനെ ഒരു 4:30ക്കാണ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചത്. ഞങ്ങൾക്ക് ഇന്ന് പ്രസൻറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും വൈകുന്നേരമായപ്പോഴേക്കും നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ PM ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൂവി ടിക്കറ്റ് എടുത്തു തന്നു. ഇപ്പം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവി പുഷ്പയാണ് കേട്ടോ. ഇവിടെ നോർത്തിൽ ഇത് നല്ല ഹിറ്റാണ്. അപ്പോൾ ഹിന്ദി ഡബ്ബിംഗ് ആയതുകൊണ്ട് ഞാൻ ആദ്യം പോകുന്നില്ല എന്ന് വെച്ചു. പിന്നെ എല്ലാവരും പോകുമ്പോൾ ഞാൻ മാത്രം ഹോട്ടലിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഫ്രീ ആണല്ലോ, ഫ്രീ ആയിട്ട് കിട്ടുന്നതൊന്നും നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അങ്ങനെ ഞാനും പോയി. അപ്പോൾ 6 മണിക്കാണ് കേട്ടോ മൂവി. ഞങ്ങൾ എത്തിയത് 5:50 ആയതുകൊണ്ട് മാളിൽ കറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ നേരെ തിയേറ്ററിലേക്ക് പോയി. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. അപ്പം ഇവിടെ ഉള്ളിൽ നമുക്ക് പോപ്കോണും ഐസ്ക്രീമും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. പക്ഷേ ഒടുക്കത്തെ റേറ്റാണ്. ടിക്കറ്റ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊന്നും വാങ്ങാതെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ സിനിമ 3 മണിക്കൂർ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. 3.25 മണിക്കൂർ ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവെലും എല്ലാം കൂടി കൂട്ടിയിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കണ്ടത് ആക്ഷൻ മൂവി ആയിരുന്നുവെങ്കിലും പക്ഷേ ഇവിടെ എല്ലാവരും കോമഡി മൂവി കണ്ടതുപോലത്തെ ചിരിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിനൊക്കെ സിനിമ ഒരുപാട് ഇഷ്ടമായി. പിന്നെ ലോജിക്ക് മാറ്റി നിർത്തിയാൽ കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഹോട്ടലിൽ തിരിച്ചെത്തിയിട്ട് ഫ്രഷ് ആയിട്ട് ഡിന്നർ കഴിച്ചു. സമയം 11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നൂഡിൽസും ഫ്രൈഡ് റൈസും വെജ് മഞ്ചൂരിയനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനെല്ലാം കുറച്ചെടുത്തിട്ട് കഴിച്ചു. ഇനി ഒന്നിനും വയ്യ കേട്ടോ. തലേന്ന് ഉറങ്ങാത്തത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞതും പിന്നെ ഐസ്ക്രീമും കൂടിയും കഴിച്ചിട്ട് ഞാൻ വേഗം പോയി കിടന്നുറങ്ങി കേട്ടോ.